സുഹൃത്തുക്കളെ, നമ്മളെ ഗ്രോ ബാഗിലുള്ള തക്കാളി കൃഷിയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളൊരു ഏകദേശം ഒരു 3-4 മാസം മുന്നേ ചെയ്തതാണ്. ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു. ഇത് ഗ്രോ ബാഗിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം നിറയെ കായായി നിൽക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഏകദേശം തീരാറായി. ഇതിൻ്റെ തൈയിൻ്റെ ആയുസ് തീരാറായി. ഇപ്പോൾ അപ്പോൾ വലിയ തക്കാളി തന്നെയാണ് നമുക്കൊക്കെ ഉണ്ടായിട്ട് കേട്ടോ. നിറയെ തക്കാളി കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഒരു 7 മുരടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. 7 തൈ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇതുപോലെ ഗ്രോ ബാഗിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന് വളം കൊടുത്തിട്ടുള്ളത് ചകിരിച്ചോറ്, അതുപോലെ തന്നെ മണ്ണ്, പിന്നെ എല്ലുപൊടി, ഇതിൻ്റെയൊക്കെ മിശ്രിതമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി തൈ എന്ത് ചെയ്തു, അടിയിൽ ഇവിടെ കയറ് കെട്ടിയിട്ട് നമ്മൾ മുകൾക്ക് വലിച്ച് കെട്ടിക്കണം. അപ്പോൾ അതിൽ മണ്ണിൽ ടച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് തക്കാളി ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ. ഇപ്പോൾ വിളവെടുക്കാറായിട്ടുണ്ട്. ഞാൻ വിളവെടുക്കും. അപ്പം അതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്താൽ കേട്ടോ. അതിൻ്റെ മുന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ വിളവെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ മരത്തിൻ്റെ കരുത്ത് ഏകദേശം കഴിയാറായിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സെക്ഷന് ഇടണം. ഇപ്പോൾ തക്കാളി തൈയൊക്കെ നടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൊടും വേനലിലൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ തക്കാളി തൈ പിടിക്കുള്ളൂ കേട്ടോ. മഴക്കാലത്ത് തക്കാളി തൈ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ടൈമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്രോ ബാഗിൽ ഇതാ ചകിരിച്ചോറ്, മണ്ണ്, എല്ലുപൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ ചാണകം ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലൊക്കെ കണ്ടാൽ നിറയെ തക്കാളിയാണ്. വലിയ തക്കാളി കേട്ടോ. വേണ്ട, നിറയെ വലിയ 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 തക്കാളികളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ കൃഷി ചെയ്യാൻ നോക്കട്ടോ വീട്ടിൽ.